ഒരാൾക്ക് ഡയബറ്റിക് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് കുട്ടിക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു പ്രായത്തിൽ തന്നെ മധുരത്തിനോട് അമിതമായ ഒരു ആസക്തി തോന്നിയെന്നിരിക്കും. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ബ്ലഡ് ഷുഗർ ഒന്നും ഉണ്ടാവില്ല. അപ്പം ബ്ലഡ് ഷുഗർ ഒന്നും ഇല്ലല്ലോ, ഇത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ ചോയ്സ് ആണ്, അതുകൊണ്ട് ഇതങ്ങനെയൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയുമാണ്. എന്നാൽ അതിൻ്റെ പിന്നിലെ സയൻസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇൻസുലിൻ, നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും അല്ലെങ്കിൽ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽസ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ബേസിക്കലി എപ്പോഴും ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കുന്നത്. പക്ഷേ ഇതിനുപരി ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സ് ഉണ്ട്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽസ് കൂടുമ്പോൾ, രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽസ് കൂടുമ്പോൾ, ഈ ഗ്ലൂക്കോസ് നമ്മുടെ ഇൻസുലിൻ്റെ സഹായത്തോടെ നമ്മുടെ ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് കൊടുക്കും. കോശങ്ങൾക്ക് ഷുഗറോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇൻസുലിനാണ് ബ്ലഡിൽ നിന്ന് ഈ സാധനത്തിനെ എടുത്ത് നമ്മുടെ കോശങ്ങളിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ നമ്മളുടെ ഒരു ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ മാൽ ഫങ്ഷനിങ് വന്നു കഴിഞ്ഞാൽ ഈ സെൽസ് എല്ലാം ഇൻസുലിനോട് റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിനെ കയറ്റില്ല എന്ന നിർബന്ധത്തിൽ നിന്ന് കളയും. അപ്പം പലപ്പോഴും ഇൻസുലിൻ്റെ ലെവൽസ് നോർമൽ ആണെങ്കിൽ പോലും ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസ് സെൽസിലേക്ക് കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ വന്നു ചേരും. അപ്പോൾ സെൽസിൽ ഗ്ലൂക്കോസ് എത്താത്തത് കൊണ്ട് സെൽസിനൊരു ഹങ്കർ ഫോർ ഗ്ലൂക്കോസ് ഉണ്ടാവും. അതായത് അതിനോടുള്ള ഗ്ലൂക്കോസ് കിട്ടിയാലേ സെൽസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് പലപ്പോഴും നമുക്ക് മധുരത്തിനോട് കുറേയേറെ ആസക്തി തോന്നുകയും കൂടുതൽ മധുരം കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വരികയും ചെയ്യണത്. അതാണ് എന്തുകൊണ്ട് ഈ മധുരം കഴിക്കാനുള്ള ടെൻഡൻസി നമ്മൾ ഡയബറ്റിക്കിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ.